ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങനെ നമ്മുടെ ഉണ്ണിമായയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാവും ആ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊന്നും അറിയില്ലെങ്കിലും ഉണ്ണിമായ ഇപ്പോൾ വിഘ്നേഷിൻ്റെ ഭാര്യയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. മാലയോഗം ഭാഗം 41. ഉണ്ണിമായ പറയുന്നത് കേട്ട് നിമിഷ ഒന്ന് ഞെട്ടി. അവൾ ഇരുന്ന സോഫയിൽ നിന്ന് എഴുന്നേറ്റു. പക്ഷേ കട്ടിലിൻ്റെ ഹെഡ്റെസ്റ്റിലേക്ക് തല ചായ്ച്ചു വെച്ച് പറയുമ്പോൾ ഉണ്ണിമായയുടെ തീരുമാനം കടുത്തതായിരുന്നു. നിമിഷയുടെ ഫോൺ വെച്ചു അല്പസമയം അവൾ ആ കിടപ്പിൽ മിഴി തുറന്ന് കിടന്നു. ആകെയൊരു പരവേശമാണ്. അപ്രതീക്ഷിതമായൊരു ഇരുട്ടടിയാണിത്. രക്ഷപ്പെട്ടു പോകാനേ മനസ്സുള്ളൂ. ഏറെ നേരം അവൾ വിഘ്നേഷ് വരുന്നത് കാത്തിരുന്നു. വിഘ്നേഷ് വന്ന് ഫോൺ അവനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് മനസ്സ് ആഗ്രഹിച്ചിരുന്നു. അത്രമേൽ ദേഹം ക്ഷീണിച്ചിരുന്നു. വിഘ്നേഷ് വരുന്നതും നോക്കി നോക്കി എപ്പോഴോ അവളുടെ മിഴികൾ അടഞ്ഞു പോയിരുന്നു. മുകളിലെ ഹാളിലേക്ക് കയറി വന്നതും വിഘ്നേഷിന് സ്വന്തം മുറിയിലേക്ക് പോകാൻ വിമ്മിഷ്ടം തോന്നി. ആ മുറി അവന് അന്യമായ പോലെ തോന്നി. മുറിയിൽ വെട്ടം കണ്ടതും വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച വിഘ്നേഷിൻ്റെ ഫോണിനരികിൽ തലചേർത്തു വെച്ചുറങ്ങുന്ന ഉണ്ണിമായയായിരുന്നു. നിസ്സഹായയായ ഒരു പെണ്ണിൻ്റെ കിടത്തം കണ്ട് അവന് അവളോട് അനുകമ്പ തോന്നി. അല്ലെങ്കിലും എന്തിന് ഉണ്ണിമായയോട് വെറുപ്പ് കാണിക്കണം? ഉണ്ണിമായ എങ്ങനെയാണ് തെറ്റുകാരിയാകുന്നത്? മുങ്ങിത്തായുന്ന തോണിയിലേക്ക് അവളെ വലിച്ചിട്ടത് അവൻ തന്നെയല്ലേ? ആത്മാഭിമാനം പണയം വയ്ക്കാനും നാണക്കേട് മൂലം ഒരാളുടെ മുമ്പിൽ തലകുനിക്കാനും ഒരുക്കമല്ലാത്ത തൻ്റെ അമ്മയുടെ എടുത്തുചാട്ടത്തിൻ്റെ ബലിയാടല്ലേ ഈ പെൺകുട്ടി? ജീവിതത്തിൽ അത്രയേറെ ദുരിതങ്ങൾ താണ്ടി ഒരു കരക്ക് വന്ന് നിൽക്കുന്നവളെ വീണ്ടും ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടു തനിക്ക് വേണ്ടി. ചിന്തകൾ അതിര് കടക്കുമ്പോൾ വിഘ്നേഷിൻ്റെ ഹൃദയതാളവും ഉയർന്നിരുന്നു. വിഘ്നേഷ് ഉണ്ണിമായ ഉറങ്ങുന്നത് അവളുടെ അരികിലിരുന്ന് നോക്കിക്കണ്ടു. അവളെ എടുത്തുയർത്തി നേരെ കിടത്തി അവളുടെ ഉറക്കത്തെ സുഗമമാക്കാൻ മനസ്സ് മന്ത്രിച്ചെങ്കിലും അവൾ ഉണരുമോ എന്ന ആശങ്കയിൽ അവൻ അതിനൊന്നും മുതിർന്നില്ല. താഴെ ഒരു ഷീറ്റ് വിരിച്ചു അവനും കിടന്നതേ മയങ്ങിപ്പോയിരുന്നു. തുറന്നിട്ട ജനാല വഴി എത്തി നോക്കുന്ന ഉദയസൂര്യകിരണങ്ങൾ ഉണ്ണിമായയുടെ മിഴികളിൽ തലോടിയപ്പോൾ ആരോ വിളിക്കുന്നുവെന്ന തോന്നലിൽ അവൾ ഞെട്ടി ഉണർന്നു. തല ഉയർത്തി നോക്കുമ്പോൾ കഴുത്തിൻ്റെ പിൻഭാഗത്ത് അസഹ്യമായ വേദന തോന്നി. തല വെച്ചു കിടന്ന കൈയാണെങ്കിൽ തരിപ്പ് കയറി അനക്കാൻ കഴിയുന്നില്ല. കൈയൊന്ന് തിരുമ്മി അവിടെ നിന്ന് എഴുന്നേറ്റു. എഴുന്നേൽക്കുമ്പോൾ നടുവിനുമുണ്ട് വേദന. താഴെ ഷീറ്റ് കൊണ്ട് മൂടി ഉറങ്ങുന്ന വിഘ്നേഷിനെ കണ്ടതും അവൾ അറിയാതെ പിറകിലേക്കൊന്ന് മാറി കട്ടിലിൽ തന്നെ തട്ടി നിന്നു. ഇന്നലെ നടന്നത് എന്താണെന്ന് ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും നിമിഷയെ ഫോൺ വിളിച്ചതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ മനസ്സിൽ തെളിഞ്ഞതുള്ളൂ. വിഘ്നേഷിനെ ഉണർത്താതെ അവൾ വാഷ്റൂമിൽ കയറി. സമുദ്രയ്ക്ക് വേണ്ടി വെച്ചതാകാം. പേസ്റ്റും ബ്രഷും പുതിയത് തന്നെ ഉണ്ടായിരുന്നു. അലമാരയിൽ ഇന്നലെ കണ്ടൊരു ഇളം പച്ച കോട്ടൺ സാരി എടുത്തു വീണ്ടും വാഷ്റൂമിൽ കയറി. കുളിച്ച് മുടി കുളിപ്പിനിട്ട് മുറിയിലേക്ക് ഇറങ്ങി. സാരി നേരെ ഉടുത്തു മുറിയിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുമ്പോഴും വിഘ്നേഷ് ആ കിടപ്പ് തന്നെയായിരുന്നു. അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ അപരിചിതയായ ഒരു സ്ത്രീയെ കണ്ടു. അവർ ധൃതിപ്പെട്ട് എന്തൊക്കെയോ തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഈ വീട്ടിലുള്ളതാണോ? ഇനി ജോലിക്കാരിയാകുമോ എന്ന ശങ്ക ഉണ്ണിമായക്കുണ്ടായിരുന്നു. ഉണ്ണിമായ സാരി തലപ്പ് ചുറ്റിപ്പിടിച്ചു അടുക്കളയിലേക്ക് ഇറങ്ങി.
കൊച്ചിനുള്ള ചായ ഇപ്പോൾ എടുക്കാൻ കേട്ടോ. ഇവിടത്തെ അമ്മയ്ക്കെടുത്ത ചായ അറിയാതെ എൻ്റെ കൈ തട്ടിപ്പോയി. വെപ്രാളത്തോടെ പറഞ്ഞു നിർത്തി. തൊണ്ടയിൽ വെള്ളമിറക്കുന്ന അവരെ കണ്ട് ഉണ്ണിമായക്ക് അലിവ് തോന്നി. നിങ്ങളിവിടത്തെ? അവൾ പാതി ചോദിച്ചു നിർത്തി. ഞാനിവിടെ ജോലിക്ക് വരുന്നതാ. എന്നും രാവിലെ വന്ന് വൈകുന്നേരം പോകും. പറയുന്നതിനിടയിൽ ആ സ്ത്രീ ചായക്ക് വെള്ളം വെച്ചു കഴിഞ്ഞിരുന്നു. ചായ ഞാനുണ്ടാക്കാം. ഉണ്ണിമായ സ്റ്റൗവിനരികിലേക്ക് വന്നു നിന്നു. കടുപ്പവും മധുരത്തിൻ്റെ അളവും അവരോട് ചോദിച്ചറിഞ്ഞു ഉണ്ണിമായ ചായ ഉണ്ടാക്കി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. വേറെ ആർക്കും ഇവിടെ ചായ വേണ്ടേ? ആവി പറക്കുന്ന ചായ ശ്രദ്ധയോടെ ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിനിടയിൽ അവൾ മിഴി ഉയർത്തി തിരക്കി. ലക്ഷ്മി അമ്മയ്ക്ക് മാത്രം മതി. പ്രാർത്ഥനയും ഗീതവായനയും കഴിഞ്ഞാൽ ഉടനെ ഒരു കോഫി വേണം. ബെഡ് കോഫിയുടെ ഏർപ്പാട് ഇവിടെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രയും ആശ്വാസം കേട്ടോ. നിഷ്കളങ്കമായി പറയുന്ന അവരുടെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് അവൾ തിരിച്ചൊരു പുഞ്ചിരി നൽകി സുബ്ബലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു. വലിയ വട്ടക്കണ്ണടയും വെച്ചു മറ്റൊരു കസേരയിലേക്ക് കാലും നീട്ടി വെച്ച് തമിഴ് പത്രം വായിച്ചിരിക്കുകയാണ് സുബ്ബലക്ഷ്മി. ചായ ഗ്ലാസ് ടീപ്പോയിൽ വെക്കുന്ന ശബ്ദം കേട്ട് അവർ പത്രം മടക്കി വെച്ചു. കണ്ണട ഒന്നുകൂടെ നേരെ വെച്ചു. കുട്ടി ഇന്നലെ നന്നായി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. എഴുന്നേൽക്കാൻ വൈകിയപ്പോൾ ഞാൻ ഓർത്തു ഉറക്കം ശരിയായി കാണില്ലെന്ന്. ഉണ്ണിമായയെ കണ്ട സന്തോഷത്തിൽ സുബ്ബലക്ഷ്മി പുഞ്ചിരിച്ചു. ഇവിടെ ഒരുത്തിയുണ്ട്. മൂട്ടിൽ സൂര്യൻ ഉദിച്ചാലും ഉണരാത്തവൾ. ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അവരുടെ മുഖം അമർഷത്താൽ വലിഞ്ഞു മുറുകി. അതിനൊന്നിനും മറുപടി പറയാതെ ഒരു നറുചിരി സമ്മാനിച്ചു ഉണ്ണിമായ അവിടെ നിന്നും അകത്തേക്ക് നടന്നു. ഭാഗ്യവും സുബ്ബലക്ഷ്മിയും തമ്മിൽ എന്തൊക്കെയോ ഇഷ്ടക്കേടുകളുണ്ടെന്ന് ഉണ്ണിമായ്ക്ക് ആദ്യമേ മനസ്സിലായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ച് ഓരോന്നായി ടേബിളിൽ നിരത്താൻ ആ സ്ത്രീക്കൊപ്പം ഉണ്ണിമായയും കൂടി. അച്ചടക്കത്തോടെയുള്ള ഉണ്ണിമായയുടെ പ്രവൃത്തികൾ ടേബിളിൻ്റെ അരികിൽ വന്നിരുന്നു സുബ്ബലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കൂടെ ഈ വീട്ടിൽ നിൽക്കേണ്ടതേ ഉള്ളൂ എന്നോർത്തു ഉണ്ണിമായുടെ മനസ്സിന് തെല്ലാശ്വാസം തോന്നി. കഴിക്കാൻ വിഘ്നേശും കൂടെ വന്നിരുന്നതോടെ അവനുള്ള പ്ലേറ്റും ഉണ്ണിമായ മുമ്പിൽ വെച്ചു കൊടുത്തു. വിഘ്നേഷ് ആർക്കും മുഖം കൊടുക്കാതെ കഴിക്കുന്നത് കണ്ടതും പരസ്പരം വിശേഷങ്ങൾ പറയാനോ സംസാരിക്കാനോ ആരും തുനിഞ്ഞില്ല. മൂകമായ അന്തരീക്ഷത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. ആദ്യം എഴുന്നേറ്റ് പോയത് വിഘ്നേഷ് ആയിരുന്നു. ഉണ്ണിമായ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ വിഘ്നേഷ് എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതേക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലെങ്കിലും അവളുടെ ആവശ്യം പറയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഉണ്ണിമായ. സാർ, ഞാനിന്ന് പൊക്കോട്ടെ? ഒറ്റ ശ്വാസത്തിൽ അവൾ അത് പറഞ്ഞു നിർത്തിയതും കണ്ണാടിയിൽ നോക്കി മുടി ചീകി കഴിഞ്ഞു മീശ ചീകുന്നവൻ അവളെ ഒരു ഞെട്ടലോടെ നോക്കി. ആ നോട്ടത്തിൽ തന്നെ അവൾക്ക് പോകാനുള്ള അനുവാദം കിട്ടില്ല എന്നവൾ ശങ്കിച്ചു. എടോ, ഇന്ന് തന്നെ ഉണ്ണിമായ അങ്ങോട്ട് പോയാൽ കെട്ടിയ പെണ്ണ് പിണങ്ങിപ്പോയെന്നും ഇതറിയുന്നവര് പറയില്ലേ? വേണ്ട, അതൊക്കെ വിട്ടേക്കാം. ഇവിടുത്തെ അമ്മയോട് എന്തു പറയും? ബെഡിലേക്കിരുന്ന് വിഘ്നേഷ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ തലകുനിച്ച് അവൾ നിന്നു. അധികകാലം തനിക്ക് ഈ ഊരാകുടുക്കിൽ കിടന്ന് നീറേണ്ടി വരില്ല. പക്ഷേ അതിന് കുറച്ച് സമയം ഉണ്ണിമായ എനിക്ക് അനുവദിക്കണം. പറയുമ്പോൾ വിഘ്നേഷിൻ്റെ സ്വരം ഗദ്ഗതം വന്ന് മൂടിയിരുന്നു. സാറിന് എന്നോട് വിരോധം തോന്നരുത്. ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് നോക്കുമ്പോൾ അവരെന്നെ എങ്ങനെയാ കാണുക എന്നോർക്കെ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. പറയുമ്പോൾ ഉണ്ണിമായ വിതുമ്പിപ്പോയിരുന്നു. അക്കാര്യം ഓർത്ത് ഉണ്ണിമായ ടെൻഷൻ അടിക്കേണ്ട. തൻ്റെ പാസ്റ്റ് ഇവിടെ ആർക്കും അറിയില്ല. അപ്രതീക്ഷിതമായി അമ്മ നഷ്ടപ്പെട്ട പെൺകുട്ടി, അതാണ് ഇവിടെ അമ്മയ്ക്ക് പോലും തന്നെക്കുറിച്ചുള്ള അറിവ്. അതിൻ്റെ ഹേതു ഒന്നും ആരും തിരക്കി വരില്ല. താൻ ആ കാരണത്താൽ ആർക്കു മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല. അവളുടെ അസ്വസ്ഥതകളെ തണുപ്പിക്കാൻ അവൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. തൃപ്തിയില്ലാത്ത മനസ്സുമായി അവൾ ഭിത്തിയിലേക്ക് ചാരി വന്നു. അപ്പുവിനെ ഞാൻ വൈകിട്ട് വരുമ്പോൾ നിമിഷയുടെ അടുത്ത് നിന്ന് വിളിച്ചോണ്ട് വരാം. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ ആ വാതിൽ തുറന്നു ഹാളിലേക്ക് ഇറങ്ങി ഡോറടക്കുമ്പോൾ താൻ ഒരുപാട് സ്വാർത്ഥനാകുന്നുവെന്ന്
എന്ന ബോധ്യം അവനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പുവിന് കഴിക്കാനുള്ളത് വെച്ച് കൊടുത്ത് നിമിഷ ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് പുറത്ത് കതക് തട്ടുന്ന ശബ്ദം കേട്ടത്. താഴത്തെ നിലയിൽ നിന്ന് ഒരു ഇരുമ്പ് കോവണി വെടിയിൽ നിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് കയറി വന്നതും മുകളിലെ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ്. ആ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടതും നിമിഷ മുറിയിലേക്ക് പോയ പാടെ തിരിഞ്ഞു വന്നു. സമയം 7:30 ആകുന്നല്ലേ ഉള്ളൂ, ഈ നേരം ഇതാരാ? പതിയെ സ്വയം പറഞ്ഞു നിമിഷ വാതിൽ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന 2 പേരെ കണ്ടതും നിമിഷയുടെ മിഴികളിൽ ആദ്യം തെളിഞ്ഞ ആശ്ചര്യം, പിന്നീട് ഭീതിയായി. റാണി പിങ്ക് ബ്ലൗസിൽ യോജിച്ച ഗോൾഡൻ കളർ സ്റ്റോൺ പതിപ്പിച്ച അതേ കളറിൽ സാരിയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന കവിത. അവളുടെ ഭംഗിക്ക് മാറ്റുകൂട്ടാൻ അധരങ്ങൾക്കിടയിൽ നിറഞ്ഞ പുഞ്ചിരിയുണ്ട്. നെറുകയിൽ നേർരേഖയായി ചുവന്ന സിന്ദൂരം വരച്ചിട്ടുണ്ട്. കണ്ണ് തട്ടാതിരിക്കാൻ ഒന്ന് ബോറാക്കി തല നിറയെ മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. കവിതയ്ക്ക് പിറകിലായി ഒരല്പം മാറി ഭരതനുമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികളാണല്ലോ ഈ വന്നു നിൽക്കുന്നത്. നിമിഷ ഉള്ളിലെ ഭയം മൂടി പുറമേ ചിരിച്ചു. ഉണ്ണിമായ എവിടെ? പ്രതീക്ഷിച്ച ചോദ്യം ഉടനെ വന്നു. ഞങ്ങൾ ഉണ്ണിമായ ഒന്ന് ഞെട്ടിക്കാമെന്ന് കരുതിയാ വിളിക്കാതെയും പറയാതെയും വന്നത്. ഇതവൾക്കുള്ള ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമാണ്. ഇതും പറഞ്ഞ് കവിത നിമിഷയെ ഒന്ന് തൊട്ടു കയ്യിലെ പൊതികൾ അവൾക്ക് കൊടുത്തു. അവൾ ഈ ജന്മത്തിൽ ഇനി വേറൊരു കാര്യത്തിന് ഞെട്ടുമെന്ന് തോന്നുന്നില്ല. എന്താ? പതിഞ്ഞ സ്വരത്തിൽ നിമിഷ പറഞ്ഞത് മനസ്സിലാകാതെ കവിത നിന്നു. ശരിക്കും അവളല്ല, നിങ്ങളാണ് ഞെട്ടാൻ പോകുന്നത്. ഉണ്ണിമാരുടെ ജീവിതത്തിൽ അവൾ നേരിട്ട 2 ദുരിതങ്ങൾ പോലൊരു ദുരിതം ഇന്നലെ സംഭവിച്ചു. നിമിഷ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാകാതെ കവിതയും ഭരതനും പരസ്പരം നോക്കി. അവൾ അതുവരെ നടന്ന കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു കേട്ടപ്പോൾ കവിതയുടെ ദേഹം ധരിച്ചു കയറി തളർന്നു. അവൾ സോഫയിലേക്ക് ഇരുന്നു. ഒരു വേള അവൾ വീഴുമോ എന്ന ഭീതിയിൽ ഭരതൻ അവളെ താങ്ങി കൂടെ ഇരുന്നു. ആദ്യം അടങ്ങാതെ നിമിഷയെ നോക്കി. അപ്പോഴേക്കും നിമിഷ കവിതയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുകൊടുത്തു. എന്തൊക്കെയാണോ ആ പാവം പെണ്ണിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്? ഇതിന് മാത്രം എന്ത് തെറ്റാണ് അവൾ ചെയ്തത്? കഠിനമായ ഹൃദയവ്യതയാൽ ഭരതം ഇടനെഞ്ച് ഒഴിഞ്ഞു. എനിക്കെൻ്റെ ഉണ്ണിമായെ കാണണം. വാർന്നൊലിക്കുന്ന മിഴികൾ അമർത്തി തുടക്കവേ കവിത ശാഠ്യം പിടിച്ചു. അപ്പോൾ അവളുടെ അരികിലേക്ക് വന്നതും അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഒരുപാട് സന്തോഷത്തോടെ കയറി വന്നവളുടെ സന്തോഷം എത്ര പെട്ടെന്നാണ് ഇല്ലാതായത്. നിമിഷം ഒരു നെടുവീർപ്പോടെ അവരെ നോക്കി. ആ സാറ് എങ്ങനെയുള്ള ആളാ? ഓട്ടോയിൽ വിഘ്നേഷിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ ഭരതൻ തിരക്കി. നല്ല വ്യക്തിയാണ്. സ്വന്തം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്തു പോയതാണ് ആ താലിക്കെട്ട്. നിമിഷ ഭരതനെ നോക്കി പറഞ്ഞു. അവളെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അറിയാനും വഴിയില്ലല്ലോ. അറിയാത്തൊരു വീട്ടിൽ എന്തിന് കയറി ചെന്നു എന്ന് പോലും അറിയാതെ അവൾ ഉരുകുന്നുണ്ടാകും. ഉണ്ണിമായെക്കുറിച്ച് പറയുമ്പോഴേ കവിതയുടെ മിഴി ഈറനണിഞ്ഞു. ഉണ്ണിമായെയും വിഘ്നേഷിനെയും കുറിച്ച് പറഞ്ഞും കേട്ടും അവരാ യാത്ര തുടർന്നു. മുറ്റം ടൈൽസ് പതിച്ച വീടിൻ്റെ ഇരുമ്പ് ഗേറ്റിൻ്റെ മുമ്പിലായി ഓട്ടോ നിർത്തി. ആദ്യം ഇറങ്ങിയത് ഭരതനായിരുന്നു. അവന് തൊട്ടു പിന്നാലെ അപ്പുവിൻ്റെ കയ്യും പിടിച്ച് കവിതയും, ഏറ്റവും ഒടുവിൽ നിമിഷയും ഇറങ്ങി. ഭരതൻ ഓട്ടോക്കാരനുള്ള പൈസ കൊടുക്കുമ്പോഴേക്കും കവിത ആ വീടിൻ്റെ മുൻവശമാകെ വീക്ഷിച്ചു മുന്നോട്ട് നടന്നു തുടങ്ങിയിരുന്നു. നിമിഷ പോർച്ചിലെ പില്ലറിൽ പതിപ്പിച്ച കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് അമർത്തിയതും കുറച്ചു കഴിഞ്ഞ് ഭാഗ്യ വന്ന് കതക് തുറന്നു. ഇവരൊക്കെ ഉണ്ണിമായുടെ ബന്ധുക്കളാ. നാട്ടിൽ നിന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. മിഴികൾ വിടർത്തി മൗനമായി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവളോടായി നിമിഷ പറഞ്ഞു. അകത്തേക്ക് വരൂ. ഭാഗ്യ നിമിഷ പറയുന്നത് ശ്രവിച്ച് പുഞ്ചിരിയോടെ അവരെ അകത്തെ സോഫയുടെ അരികിലേക്ക് കൊണ്ടുപോയി. ഇരിക്കൂ, ഞാൻ ഉണ്ണിമായെ വിളിച്ചിട്ട് വരാം. കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ഉണ്ണിമായെ ഒന്ന് കണ്ടാൽ മതി. കവിതയുടെ മനം ഉണ്ണിമായെ കാണാൻ തുടികൊട്ടി. അതിഥികളുടെ ശബ്ദം കേട്ട് സുബ്ബലക്ഷ്മി പട്ടക്കണ്ണട ഊരി തുടച്ചു അവർക്കിടയിലേക്ക് നടന്നു വന്നു. അതോടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. സുബ്ബലക്ഷ്മിക്ക് അവർ ആരെയും പരിചയമുള്ള മുഖങ്ങളായിരുന്നില്ല.
അതവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. വന്നവരെയൊക്കെ മിഴിച്ചു നോക്കി സുബ്ബലക്ഷ്മി അവർക്ക് എതിർവശത്തെ സോഫയിൽ സ്ഥാനം പിടിച്ചു. ഞങ്ങൾ ഉണ്ണിമായയുടെ നാട്ടിൽ നിന്ന് വരികയാണ്. കവിത പറഞ്ഞതും സുബ്ബലക്ഷ്മിയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ഇന്ന് വന്നതാണോ? അതെ. ആഹാ, എല്ലാവരും ഇരിക്കൂ. ഭരതൻ്റെ മറുപടി കേട്ടതും സുബ്ബലക്ഷ്മി എല്ലാവരോടായി സ്നേഹത്തോടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. താഴെ സോഫയിലിരിക്കുന്നവരെ മിഴിച്ചു നോക്കിയാണ് ഉണ്ണിമായ ഗോവണിപ്പടികൾ ഇറങ്ങി വന്നത്. കവിതയുടെയും ഭരതൻ്റെയും മുഖം കണ്ടതും അവളൊന്ന് നടുങ്ങി വിറച്ചു. കവിതയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് വാരിപ്പുണർന്നു വാവിട്ട് കരയാൻ അവളേറെ ആഗ്രഹിച്ചു. അവരുടെ അരികിലേക്ക് ചെല്ലാൻ ധൈര്യമില്ലാതെ സാരിത്തുമ്പിൽ പിടിച്ചു അവൾ തലകുനിച്ചു. ഉണ്ണിമായുടെ മുഖത്തെ നിസ്സംഗഭാവം കണ്ട് മൂവരും പരസ്പരം നോക്കി. തുടരും. അപ്പോൾ ഇനി അവൾ നാട്ടിലേക്ക് പോകുമെന്ന് എല്ലാവർക്കും ഒരു ആദിയുണ്ടല്ലേ. നാട്ടിലേക്ക് പോകുന്നില്ല കേട്ടോ. നമുക്ക് അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താം. എങ്ങനെയെങ്കിലും വിഘ്നേഷായിട്ടൊന്ന് സെറ്റാക്കാം. പക്ഷെ വിഘ്നേഷിന് ഉണ്ണിമായോട് എന്താ ലവലേശം സ്നേഹമില്ല. ഒരിത്തിരി പോലും അവൾക്ക് അത്രയും കേട്ടോ. തീർത്തും അപരിചിതരാണ്. അവരെ സ്നേഹിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ടാസ്ക്കാണ്. എന്നാലും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അടുത്ത ഭാഗമായിട്ട് ഞാൻ വരാവേ. താങ്ക് യു.